നമുക്കറിയാം ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, ഇന്ന് രാവിലെ ഞാൻ അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ രാവിലെ ഗാർഡിയൻ്റെ ഒരു പ്രസിദ്ധനായ കോളമിസ്റ്റ് ഉണ്ട്, അതായത് സിമോൺ ടിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട്. ഗാർഡിയൻ എന്ന് പറയുന്ന ലോകത്തിലെ അന്താരാഷ്ട്ര ഏറ്റവും പ്രശസ്തമായ ഒരു മാധ്യമമാണ്. ഗാർഡിയനിൽ കോളം എഴുതുന്ന പുള്ളി ഇന്ന് രാവിലെ എഴുതിയ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ 3 വൃദ്ധന്മാർ ചേർന്ന് ആളുകളെ കൊന്നൊടുക്കുകയാണ് ലോകത്ത് എന്നാണ്. അതായത് ട്രംപും നെതന്യാഹുവും ഖമനേയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം. അപ്പോൾ ലോകം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥയുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഇവരിങ്ങനെ വെല്ലുവിളിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ സിവിലിയൻസിനെയോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ലോകത്തിൻ്റെ ഒരു അരക്ഷിതാവസ്ഥയെ മൂർച്ഛിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയാം. കാരണം നമ്മൾ ഇന്നലെ വളരെ അപ്രതീക്ഷിതം, അല്ലെങ്കിൽ അത്തരം വാചകങ്ങൾ ഉപയോഗിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ട്രംപ് വെല്ലുവിളി നടത്തിയ ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ തന്നെയാണ് ഏതായാലും ലോകത്തെ മുഴുവൻ പത്രങ്ങളും നിൽക്കുന്നതെന്ന് പറയാം. ഏതായാലും തീർച്ചയായിട്ടും മലയാളം പത്രങ്ങളടക്കം എല്ലാം തന്നെ ഇത് തന്നെയാണ്. അതായത് മലയാള മനോരമ എടുത്താൽ ഇക്കാര്യം തന്നെയാണ്. ഇറാനെതിരെ ട്രംപ്, ഖമനേയി കീഴടങ്ങണം, US രംഗത്ത്. പ്രകോപനപരമായിട്ടുള്ള സമൂഹ മാധ്യമ പോസ്റ്റുമായി ട്രംപ് എന്നാണ് മനോരമ പറയുന്നത്. ഒപ്പം ഇറാൻ കീഴടങ്ങണം എന്നുള്ള വെടിനിർത്തലല്ല, യഥാർത്ഥ പര്യവസാനമാണ് വേണ്ടത് എന്നുള്ള ഒരു തലക്കെട്ടിൽ ഏതായാലും മാതൃഭൂമി എഴുതിയിരിക്കുന്നു. ഓരോ പത്രവും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നൽകിയിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മംഗളം വെടിനിർത്തലല്ല, കരാറാണ് വേണ്ടത് എന്ന് പറയുന്ന മംഗളത്തിൻ്റെ വാചകം ഉണ്ട്. ഒപ്പം തന്നെ മാധ്യമം ഒളിയിടം അറിയാം, ട്രംപിൻ്റെ മുന്നറിയിപ്പ് എന്നാണ്. അവർ ഖാംന ഇ എന്നാണ് എഴുതുന്നത്, അതിൻ്റെ ഉച്ചാരണം ഖാംന ഇ കീഴടങ്ങണം എന്നുള്ള ട്രംപിൻ്റെ വാദം പറഞ്ഞിരിക്കുന്നു. ഒപ്പം ദേശാഭിമാനി പക്ഷേ മറ്റൊരു തരത്തിലാണ് അതിൻ്റെ തലക്കെട്ട് ഇട്ടിരിക്കുന്നത്. മൊസാദ് വിറച്ചു എന്നാണ് പറയുന്നത്. ആക്രമണം തുടർന്ന് ഇസ്രായേലും ഇറാനും, വെടിനിർത്തലല്ല, യഥാർത്ഥ അന്ത്യം ഉടനെ. മൊസാദ് വിറച്ചു എന്ന് ദേശാഭിമാനി പറയുന്നുണ്ട്, പക്ഷേ ബാക്കി എല്ലാ പത്രങ്ങൾക്കും കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ള ഒരു നിലപാടുണ്ട്. കാരണം മൊസാദിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം സംബന്ധിച്ചുള്ള അതിൻ്റെ രൂക്ഷതയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ഏതായാലും സമാധാനം അകലെയാണ് എന്ന് കേരള കൗമുദി പറയുന്നു. ഈ രീതിയിലേക്കുള്ളൊരു സാഹചര്യത്തിലേക്ക് ഏതായാലും ലോകം മാറുന്നു എന്നുള്ള അത് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്തകളെ സമീപിച്ചിരിക്കുന്നത്. പകരത്തിന് പകരം ഇന്ന് ജന്മഭൂമി എഴുതിയിട്ടുണ്ട്. ഏതായാലും ഒപ്പം ദീപികയും ഇതുമായി ബന്ധപ്പെട്ട് ദീപികയുടെ തലക്കെട്ടും സമാധാനം അകലെ എന്ന് തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏറ്റവും കൂടുതൽ വാർത്തകളും ഏറ്റവും കൂടുതൽ പുതിയ അപ്ഡേറ്റുകളും സംഭവിക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ രാത്രിയിൽ നടക്കുന്ന പ്രത്യാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ രാവിലെ ഈ വാർത്തകളെ സമീപിക്കേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഒപ്പം തന്നെ അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഉൾപേജുകളിലേക്ക് മനോരമയടക്കം അല്ലെങ്കിൽ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു. ഏതായാലും ഈ വാർത്തയിൽ തന്നെയാണ് ലോകം നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗാർഡിയൻ്റെ കോളമിസ്റ്റ് എഴുതിയതുപോലെ ഇവർ 3 പേരും കൂടെ വെല്ലുവിളിച്ച് ലോകത്തെ തീർക്കുമ്പോൾ ആളുകൾ വലിയ രക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നു. ഒപ്പം ഇറാനുമായിട്ടുള്ള ആക്രമണത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. കാരണം ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ ഇന്ധനവിലയുടെ വർധന, ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. വലിയ വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ ഇടനാഴികളുള്ള മേഖല, ഈ രീതിയിലൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെ സംബന്ധിച്ച് തന്നെ ഏതായാലും മാധ്യമങ്ങൾ അവലോകനങ്ങൾ കൊടുത്തിരിക്കുന്നു. മലയാള മനോരമയുടെ 9-ാം പേജിൽ 40 വർഷത്തെ നേതൃത്വം, മറുവാക്കില്ലാത്ത മേധാവിത്വം എന്ന് ഖമനേയുടെ ഒരു പ്രൊഫൈൽ സ്റ്റോറി കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ഉപദേഷ്ടാക്കളിൽ മിക്കവരെയും നഷ്ടമായി. കാരണം ഇസ്രായേൽ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട സൈനിക തലപ്പത്തുള്ള ആളുകളെ, അതുപോലെ പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇറാന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ ആണവ ആയുധവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആശങ്കയുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായതെന്ന് നമുക്കറിയാം. ഏതായാലും ഇതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റ് 2 പത്രങ്ങളും, മനോരമയും മാതൃഭൂമിയും ഈ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യത്തോടു കൂടെ ഏതായാലും 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് വേണ്ട,
അല്ലെങ്കിൽ വേണ്ട പ്ലാസ്റ്റിക് ആഘോഷം എന്ന് ഹൈക്കോടതി തടഞ്ഞത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത മനോരമ കൊടുത്തിരിക്കുന്നു. പ്ലാസ്റ്റിക് വിരുദ്ധ യുദ്ധമെന്നും ഉത്തരവുമായി ഹൈക്കോടതി എന്നും മാതൃഭൂമി നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ 1-ാം പേജിൽ മറ്റ് 2 പ്രധാനപ്പെട്ട വാർത്തകൾ കൂടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം അത് സുപ്രീം കോടതിയുടെ തഗ് മറുപടിയാണ്. ഇന്നലെ തഗ് ലൈഫ് എന്ന് പറയുന്ന കമൽഹാസൻ മണിരത്നം സിനിമയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കർണാടക സർക്കാരിനെ കുറിച്ച് അല്ലെങ്കിൽ സർക്കാരിനെതിരെ അവിടുത്തെ സംഘടനകൾ ഈ സിനിമ നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വലിയ പ്രസക്തമായ ഒരു വിമർശനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തെരുവ് കൈയടക്കുക അല്ലെങ്കിൽ പലതരത്തിലുള്ള വിദ്വേഷം ജനിപ്പിക്കുന്ന തീവ്ര നിലപാടുകൾ എടുത്തുകൊണ്ട് തെരുവ് കൈയടക്കാൻ ഏതായാലും അനുവദിക്കില്ല. ഗോഡ്സെയുടെ നാടകം കളിച്ച അല്ലെങ്കിൽ ഗോഡ്സെയുടെ വീക്ഷണം ആ വേർഷനുള്ള നാടകം കളിച്ച നാടാണിത് എന്ന് കോടതി ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ്റെ ബെഞ്ച് പറഞ്ഞ ആ വാർത്ത ഏതായാലും മാതൃഭൂമി 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. ഒപ്പം ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിൻ്റെ വിശദീകരണവും മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയും 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. ഗവർണറെ ഉപദേശിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രീതിയിൽ 1-ാം പേജിൽ ഏതായാലും അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം മനോരമയെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയപാതയിലെ കുരുക്കിനെതിരെ ഹൈക്കോടതി എന്നുള്ളൊരു വാർത്തയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ ടോള് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നു. ഇതൊരു വലിയ യാത്രക്കാരെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നത്തെ കൂടെ കോടതി അഡ്രസ്സ് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തയുണ്ട്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട രസകരമായൊരു വാർത്ത എന്ന് പറയുന്നത് അംഗൻവാടിയുടെ മെനു ആണല്ലോ. അപ്പോൾ ഒപ്പം തന്നെ ഇപ്പോൾ സ്കൂൾ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത 1-ാം പേജിലുണ്ട്. കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് കൊടുക്കൂ എന്നൊക്കെ പറയുന്ന ആ തലക്കെട്ടിൽ അവർ വെജ് ബിരിയാണിയും അതുപോലെ ലെമൺ റൈസും പായസം അടക്കം അവിയലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഇനിയുള്ള മെനുവിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഇന്നത്തെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സ്പോർട്സാണ്. സ്പോർട്സിൽ നമുക്കറിയാം ക്ലബ്ബ് ലോകകപ്പ് നടക്കുന്നു. അതിൽ ചെൽസിയുടെ വിജയത്തുടക്കത്തെക്കുറിച്ച് മനോരമ ചിൽസി എന്ന് എഴുതിയിട്ട് ഉള്ള ഒരു തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നു. ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. അത് രസകരമായൊരു വാർത്തയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകളുണ്ട്. ഒപ്പം പേജ് 6-ൽ മനോരമ നൽകിയിരിക്കുന്ന ഒരു കേരളത്തിലെ ഈ വനം തണൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഇലത്തണലിൽ കേരളം എന്ന് പറയുന്ന ഒരു വാർത്ത. കേരളത്തിൽ എന്താ പറയുക, നമ്മൾ മരം വെച്ച് നടന്നതുൾപ്പെടെയുള്ള അല്ലെങ്കിൽ ചെടികൾ വെച്ച് മരം പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തണൽ കൂടിയിരിക്കുന്നു എന്നുള്ള ഒരു കൗതുകകരമായ വാർത്തയും നൽകിയിട്ടുണ്ട്. ദീപിക അതുപോലെ തന്നെ മംഗളം അടക്കം സിറാജ് സുപ്രഭാതം അടക്കമുള്ള പത്രങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഘർഷത്തിൽ തന്നെ നിൽക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് രസകരമായ ചില വാർത്തകളുള്ള ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഉച്ചഭക്ഷണം മാത്രമല്ല, ഇപ്പോൾ വീട്ടിലിരുന്ന് ആധാർ പുതുക്കാം എന്നുള്ളൊരു വാർത്ത കൗമുദി നൽകിയിരിക്കുന്നു. ഒപ്പം വാഹനങ്ങളുടെ ഹബ്ബാവാൻ 8 പ്രധാനപ്പെട്ട കമ്പനികൾ കൂടി കേരളത്തിൽ ഇതിൻ്റെ പുതിയ ഷോറൂമുകളും പുതിയ അവരുടെ കൂടുതൽ വിപണനത്തിനായി എത്തുന്നു എന്നുള്ള വാർത്തയും കൂടെ നൽകിയിരിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകളുള്ള ദിവസമാണ്. ഒപ്പം ഹിന്ദു ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വാർത്ത ഒന്ന് എയർ ഇന്ത്യയുടെ അവലോകനമാണ്. അതായത് എയർ ഇന്ത്യ ക്യാൻസൽ, അതായത് ഈ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ റിപ്പോർട്ടാണ്. അതായത് അഹമ്മദാബാദിലെ ദുരന്തമുണ്ടായ അതിന് സേഫ്റ്റി ഇഷ്യൂസ് പ്രശ്നങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സംബന്ധിച്ച വാർത്തയ്ക്ക് ഏതായാലും ഹിന്ദു പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഒപ്പം ഇറാൻ സംഭവം 1-ാം പേജിലുണ്ട്. ഇന്ത്യ അവിടെ നിന്ന്, അതായത് ടെഹ്റാനിൽ നിന്ന് മൂവ് ചെയ്യണം എന്നുള്ള ഇന്ത്യക്കാരോടുള്ള അലർട്ടിനെ സംബന്ധിച്ച് ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ച നിർദ്ദേശത്തെക്കുറിച്ചുള്ള വാർത്ത. ഒപ്പം തഗ് ലൈഫിനെ കുറിച്ചുള്ള വാർത്തയും ഏതായാലും നൽകിയിട്ടുണ്ട്. ഒപ്പം ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. അതായത് അത് മാധ്യമത്തിലാണ്. മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഇന്ന് നമ്മളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം ഇന്ന് കുറച്ച് മണിക്കൂറുകൾ കൂടെ കഴിഞ്ഞാൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വരുന്നു.
തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടും ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള CPM-ൻ്റെ ഇടതുമുന്നണിയുടെ നിലപാടും ഒക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞത്. അതിൻ്റെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ മാധ്യമം അവരുടെ 6-ാം പേജിൽ എഡിറ്റ് പേജിൽ കെണിയിൽ കുടുങ്ങിയതാര് എന്ന് മാധ്യമം ചോദിക്കുന്നു. അതാത് കാലങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുകയും ചെയ്ത CPM-നെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ലേഖനം ഏതായാലും ഇന്ന് മാധ്യമം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇത് രാഷ്ട്രീയ പ്രസക്തമാണ് എന്ന് പറയേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നായനാർ മാധ്യമം തിരുവനന്തപുരം യൂണിറ്റ് ഉദ്ഘാടനം നിർവഹിക്കുന്ന ചിത്രം സഹിതം നൽകിക്കൊണ്ട് ഉള്ള വാർത്തയാണ്. ഏതായാലും ധാരാളം വാർത്തകളുള്ള ദിവസമാണ്. ധാരാളം ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേൽ ആക്രമണം അടക്കമുള്ള വാർത്തകളുള്ള ദിവസമാണ്. മഴയുള്ള ദിവസമാണ്. കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിൽ വരും എന്ന് നമുക്കറിയാം. ഒപ്പം അടുത്ത ദിവസത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ലഹരി നിലനിൽക്കുകയും കൂടെ ചെയ്യുന്നു. ഏതായാലും നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് ശുഭദിനം ആശംസിക്കുന്നു.